നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന 4 സൂപ്പർ ഫുഡുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഏതൊക്കെ രീതികളിലാണ് നിങ്ങളെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉന്മേഷവും അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് ഓരോ ദിവസവും നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകളോ വേദനകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നേരത്തെ ഉണ്ടാകുന്ന ഏജിങ് പ്രശ്നങ്ങളായിട്ടുള്ള ചുളിവുകൾ, റിങ്കിൾസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ നിങ്ങളെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും എപ്പോഴും ചെറുപ്പമായി നിലനിർത്താൻ സഹായകരമാവുന്ന ഭക്ഷണങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് വിറ്റമിൻസ്, മിനറൽസുകളുടെയൊക്കെ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ ഇത് എത്ര അളവിലാണ് എടുക്കേണ്ടത്, ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത്, എത്ര നാൾ കഴിക്കണം തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരിക അവസ്ഥകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് വേദനകളായിരിക്കും അവരുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് മാറണം എന്നായിരിക്കും ഉണ്ടാകുന്നത്. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആ ദിവസം മുഴുവനായിട്ടും ഉന്മേഷത്തോടെ ഇരിക്കണം, എനർജറ്റിക് ആയിട്ട് ഇരിക്കണം എന്നുള്ളതായിരിക്കും. അവർക്ക് ക്ഷീണമായിരിക്കും പ്രശ്നമായിട്ട് വരുന്നത്. അതുപോലെ മറ്റു ചിലർക്കാണെങ്കിൽ ഡൈജഷനിൽ അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളായിരിക്കും അവരെ അലട്ടുന്നുണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മറ്റുള്ളവർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും, ഹെയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒറ്റ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്കിതിനെയൊക്കെ തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നുണ്ടാകുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ കിസ്മിസ് ആണ്. നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന കിസ്മിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഉണക്കമുന്തിരി, അത് നമ്മൾ 2 രീതികളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് കറുത്ത ഉണക്കമുന്തിരിയും ഒന്ന് നമുക്ക് ബ്രൗൺ കളറിലുള്ള നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന കിസ്മിസ് ആണ് നമ്മൾ പറയുന്നത്. കിസ്മിസിൻ്റെ ആ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മിനറൽസ്, വിറ്റമിൻസുകളൊക്കെ തന്നെ ഇതിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സ്കിന്നിന് ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ നേരത്തെ ഉണ്ടാകുന്ന ഏജിങ് പ്രശ്നങ്ങളായിട്ടുള്ള ചുളിവുകൾ, ഫൈൻ ലൈൻസ്, അതുപോലെ സാഗി സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി വളരെയേറെ ഗുണം നൽകുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്കിന്നിന് മാത്രമല്ല, ഇതിൽ ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, സിലീനിയം മുതലായിട്ടുള്ള നമ്മുടെ മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ആണെന്നുണ്ടെങ്കിലും അയൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ സന്ധി സംബന്ധമായിട്ടുള്ള വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മസിൽ പെയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. കൂടാതെ അതിനോടൊപ്പം തന്നെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായകരമാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം, ഏത് രീതിയിലാണ്. ഇതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഓരോന്നും എടുക്കേണ്ട അളവുകൾ ആ സമയത്ത് പറയാം. രണ്ടാമതായിട്ട് വരുന്നത് വാൾനട്ടാണ്. വാൾനട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ സൂപ്പർ ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് നമ്മുടെ ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. വളരെയേറെ ബ്രെയിൻ ഹെൽത്തിന് സഹായിക്കും. അതുപോലെ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്സ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അലട്ടുന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ സഹായിക്കുകയും ഉന്മേഷം നൽകാൻ വേണ്ടി, ഊർജ്ജം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് വിറ്റമിൻസുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്തം കറക്റ്റായ രീതിയിൽ പമ്പ് ചെയ്യാൻ സഹായിക്കും. രക്തക്കുഴലിൽ ഒരു തരത്തിലുള്ള ബ്ലോക്കേജസും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വാൾനട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഫിഗ് ആണ്, അല്ലെങ്കിൽ അത്തിപ്പഴമാണ് വരുന്നത്. ഇത് നമുക്കൊരു പർപ്പിൾ കളറിലൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫിഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കൂടി ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഞരമ്പുകളുടെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് കാലുകളിൽ, കൈകളിലൊക്കെ ഉണ്ടാവുന്ന രക്തയോട്ടങ്ങൾ കൂട്ടാൻ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായകരമാവുകയും ആ ഭാഗത്തുള്ള നീർക്കെട്ടുകളും വേദനകളും
വേദനകളും കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നതാണ്. ഈ ഫിഗ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു വേദനകൾ മാത്രം മാറുക എന്നുള്ളതല്ല, നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്കിന്നിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതിൽ ആൻറ്റി ഏജിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ മലബന്ധത്തിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ ഒരു ഫിഗ് കഴിക്കുന്നതിലൂടെ നമുക്ക് മാറ്റങ്ങൾ ലഭിക്കുന്നതാണ്. നാലാമതായിട്ട് വരുന്നത് ബദാമാണ്. ബദാം എന്ന് പറയുന്നത് ഒരു ഓവറോൾ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നമുക്ക് കോപ്പർ അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, സിലീനിയം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമ്മുടെ നഖം, മുടി, അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രശ്നങ്ങൾ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടാൻ വേണ്ടി സഹായകരമാവുകയും വേദന കൊണ്ട്, അതായത് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഇത് ഏതൊക്കെ അളവുകളിലാണ് നമ്മളിത് എടുക്കേണ്ടതെന്നുള്ളത് പറയാം. എങ്ങനെയാണ് നമ്മളിത് കുതിർത്ത് വെച്ച് കഴിക്കേണ്ടതെന്നുള്ളതും പറയാം. കുതിർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ 2 രീതിയിലാണ് കുതിർത്ത് വെക്കുന്നത്. ആദ്യം നമുക്ക് ബദാം 4 ബദാം എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു വാൾനട്ടും കൂടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ചേറെ വെള്ളം ഇട്ടിട്ട് അതിനകത്താണ് കുതിർത്ത് വെക്കേണ്ടത്. ഇത് നമ്മൾ പിറ്റേ ദിവസം ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് തൊലി കളഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതിന് കാരണമുണ്ട്, ഇതിൽ ഒരുപാട് ആൻറ്റി ന്യൂട്രിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫൈറ്റിക് ആസിഡും ടാനിൻ പോലെയുള്ള ആൻറ്റി ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വെള്ളത്തിൽ അലിയുകയും നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ ബദാമും അതുപോലെ തന്നെ നമുക്ക് വാൾനട്ടിൻ്റെയും നമ്മുടെ തൊലി മാക്സിമം കളയാനുള്ള തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം എടുക്കേണ്ടത്. ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പോഷക ഗുണങ്ങളെല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പോഷക ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ രീതിയിൽ കഴിക്കുന്നതിലൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ കുതിർത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിലുള്ള പോഷക ഗുണങ്ങളൊക്കെ തന്നെ കൂടാൻ വേണ്ടിയിട്ടും ഇത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും വേഗം തന്നെ നമ്മളത് ദഹനത്തിന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള രീതിയിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ നമ്മൾ ഒരു ബൗളിൽ ഇട്ട് വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ബൗളിൽ ഇട്ട് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴവും അതുപോലെ തന്നെ നമുക്ക് കിസ്മിസുമാണ് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ അത്തിപ്പഴം നമ്മൾ എടുക്കേണ്ടത് 2 എണ്ണമാണ്. അതുപോലെ നമ്മൾ കിസ്മിസ് നമ്മൾ എടുക്കേണ്ടത് ഏകദേശം 4 അല്ലെങ്കിൽ 5 എണ്ണം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് കുറച്ച് വെള്ളത്തിൽ വേണം ഇത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ വെള്ളം നമ്മൾ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൽ നമുക്ക് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള, അതായത് വെള്ളത്തിൽ നമുക്ക് വെള്ളത്തിലൂടെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ന്യൂട്രിയൻസ്, പോഷക ഗുണങ്ങളൊക്കെ തന്നെ ഈ വെള്ളത്തിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഈ ഒരു വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടിയിട്ട് ഒരു നേരമാണ് നമ്മളിത് കഴിക്കേണ്ടത്. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വേണം ഇത് കഴിക്കാൻ വേണ്ടി. ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ വായിൽ ചവച്ചരച്ച് നല്ല രീതിയിൽ കുറച്ച് സമയമെടുത്ത് ചവച്ചരച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടി. നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ദഹനം എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല. ഇതിൻ്റെ എല്ലാ അബ്സോർപ്ഷനും നമ്മുടെ ശരീരത്തിലെ എല്ലാം അതിൻ്റെ ഗുണങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ടൈം നമ്മൾ അതിന് കൊടുക്കണം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അതും വിശപ്പ് തോന്നുന്ന സമയത്ത് മാത്രമാണ് അടുത്തൊരു മീൽ കഴിക്കേണ്ടത്. അപ്പോൾ രാവിലെ വെള്ളം കുടിച്ച് ഈ ഒരു നട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴവും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയും ഇട്ട് വെച്ചിട്ടുള്ള വെള്ളവും കൂടിയിട്ട് ഒപ്പത്തിന് കുടിക്കുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം വേണം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു പോഷക ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുകയും അതിൻ്റെ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ബെനിഫിറ്റ്സ് നമ്മളെ നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷമോ നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് മാത്രം അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടതുള്ളത്. ഇത് വളരെ എളുപ്പത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 2 മാസം അടുപ്പിച്ച് നിങ്ങൾക്കിത് ചെയ്യാം. അതിനുശേഷം ഒരാഴ്ചയോ 2 ആഴ്ചയോ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കൊരു ചായക്ക് രാവിലെ എണീറ്റ് നമ്മൾ ചായക്കൊക്കെ പകരമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.